Hello guys, welcome to my another beautiful video. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടി മറ്റേ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചെയ്തത് കുറച്ച് പേര് മേ ബി കണ്ടിട്ടുണ്ട്. സാധാരണ ഞങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് എത്ര പേര് വരും? മിനിമം 19 പേര് അല്ലെങ്കിൽ 43 അത്രയൊക്കെ വരുള്ളായിരുന്നു. ആദ്യമൊക്കെ ഇട്ടുകൊണ്ടിരുന്നതിന് നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു, നല്ല എന്താണ് ലൈവൊക്കെ ചെയ്യുന്ന നേരത്ത് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറെക്കുറെ കുറവായിരുന്നു. അപ്പോൾ മേ ബി ഞങ്ങൾ അങ്ങനെ ഒരു പുതിയ ക്വസ്റ്റ്യൻ ആൻസർ സെഗ്മെൻ്റായിട്ട് ചെയ്തപ്പോൾ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അമ്മയുടെയൊക്കെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇന്നും അതുപോലത്തെ വേറെ ഒരെണ്ണമാണ്. ഇന്നെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഫസ്റ്റ് ഡെലിവറി സ്റ്റോറിയാണ്. എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചപ്പോഴുള്ള കഥ, അമ്മയുടെ പ്രഗ്നൻസി മുതലെല്ലാം നമ്മൾ ചോദിച്ചറിയാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ് അമ്മ. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോണെന്ന് പറഞ്ഞോട്. എൻ്റെ ഫസ്റ്റ് ഡെലിവറി സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ അമ്മ പറഞ്ഞു തുടങ്ങി എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആയത് അറിഞ്ഞത്. പണ്ടത്തെ പോലെ നമ്മളിപ്പോഴത്തെ പോലെ പ്രഗ്നൻസി കിട്ടുമൊന്നും ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാന്ന്. അപ്പോൾ നമ്മൾ എന്താണ് സിംറ്റംസ് പറ. നമുക്ക് മാർച്ച് 26 കല്യാണം വന്നത്. തന്നെ ആ മാസം തന്നെ ഇതുവായി. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാർച്ച് 26 കല്യാണം കഴിഞ്ഞ് ഏപ്രിൽ 26 പ്രഗ്നൻ്റ് ആണ് അറിഞ്ഞതല്ലേ? ടെസ്റ്റ് ചെയ്ത് നോക്കി എന്തോന്നായിരുന്നു, എങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നിയത്? പിന്നെ തലചുറ്റല്, വോമിറ്റിംഗ് സെൻസേഷൻ. വോമിറ്റിംഗ്, ഒന്നും ജോലി ചെയ്യാൻ പറ്റൂല, പിന്നെ സ്വെറ്റിങ്, ഒന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനെ കിടക്കും. പിന്നെ പോയി ഏപ്രിലാണ് ചെക്ക് ചെയ്തത്. യൂറിൻ ടെസ്റ്റാണ് ഇപ്പോൾ ചെയ്തത്. കരുണാകരൻ ഹോസ്പിറ്റലാണ് ചെയ്തത്. ടെസ്റ്റ് വന്നു പറഞ്ഞു പോസിറ്റീവ്. അപ്പോൾ തന്നെ സന്തോഷവും ഉണ്ടായിരുന്നു, പിന്നെ ഒരു പേടിയും ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കി പറഞ്ഞോ? പറഞ്ഞല്ലേ, അപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷെ പേടിയും ഉണ്ടായിരുന്നു. രണ്ടും കളഞ്ഞതാണ്. സന്തോഷം സ്വാഭാവികം, പേടി എന്തിന്? പേടി തന്നെ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത് പേടി വരൂലേ. എല്ലാവർക്കും ഒരു സന്തോഷവും കാണും, ഇത് എങ്ങനെ ഇതുവാകും ആ ഒരു പേടി 3 മാസം വരെ ഇരുന്ന്. ഇത് ഭക്ഷണമായിരുന്നു ആ ഒരു ചിന്ത എപ്പോഴും എനിക്ക് വന്നുകൊണ്ടേയിരിക്കും. കൊച്ച് കണ്ടിന്യൂ ആകുമോ, ഭക്ഷണമാകുമോ, ഈ ഒരു ചിന്തയിൽ പേടി. എനിക്ക് കൊച്ചിൻ്റെ പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 മാസം ഈ നെഗറ്റീവ് താട്ടേ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ 3 മാസം കഴിഞ്ഞ ശേഷം ഒരു പോസിറ്റീവ് വന്നു. ഇത് എങ്ങനെ നമുക്ക് തന്നെ ഈ കൊച്ച്. അങ്ങനെ 4-5 മാസമെല്ലാം വീട്ടിലെ പൈപ്പ് വെള്ളമാണ് എടുത്ത് എല്ലാത്തിനും ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ വാടകയ്ക്കാണ് താമസിച്ചത്. അപ്പോൾ ഒരു നല്ല ഒരു കുടം പോലെ இருக்கும் നമ്മൾ അങ്ങനെ പറയും. അത് ഒരു ദിവസം ആരെങ്കിലും എടുക്കും. എനിക്കൊരു ഇത് വന്ന ശേഷം നമുക്ക് കൊച്ചി ഒന്നും ആവില്ലെன்ற ഒരു എല്ലാം വന്ന ശേഷം എല്ലാ ജോലിയൊക്കെ എല്ലാം ചെയ്ത് ലാസ്റ്റ് ഡേറ്റ് വന്ന് കൊടുത്തത് ഡിസംബർ 14. അതുപോട്ട് ഫുഡൊക്കെ നല്ല ഫ്രൂട്ട്സൊക്കെ നല്ലോണം കഴിക്കും. ആപ്പിൾ, മാതുള, എല്ലാ ഫ്രൂട്ട്സും ഭയങ്കര ഇഷ്ടമാണ്. കുങ്കുമപ്പൂ ഒരു പ്രാവശ്യം കഴിച്ചു, പിന്നെ ഒരേ പ്രാവശ്യമേ കഴിച്ചോളൂ. പിന്നെ ഈത്തപ്പഴം എല്ലാം കഴിക്കും. വെയിൽ സമയങ്ങളിൽ കിർണി ജ്യൂസും പറയും, അതൊക്കെ ഇളനീര് എല്ലാം കഴിക്കും. ഫ്രൂട്ട്സാണ് കൂടുതൽ കഴിച്ചത്. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന് പിന്നെ 6-ാം മാസം ഒരു സ്കാൻ ഉണ്ടായിരുന്നു. അപ്പവും പറഞ്ഞ് കൊച്ചിന് വളർച്ചയ്ക്കെല്ലാം ഒരു കുഴപ്പമില്ലെന്ന്. പിന്നെ 9-ാം മാസം ഒരു സ്കാൻ എടുത്ത്, അപ്പോഴും പറഞ്ഞ് കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു. പിന്നെ 9 മാസമായി. ഡേറ്റ് വന്ന് ഡിസംബർ 14 കൊടുത്താണ്. ഇത്ര മാസങ്ങളായിട്ട് ഒരു വലിയ ഒരു വേദനയോ ഒന്നും വന്നില്ല. അപ്പോൾ ഡേറ്റ് എനിക്ക് കൊടുത്തത് ഡിസംബർ 14. അപ്പോൾ ഞങ്ങൾ 13-ാം തീയതി അഡ്മിഷനക്ക് പോയിട്ടു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. വേദന ഒന്നും വന്നില്ല. അപ്പോൾ സ്കാൻ എടുത്തപ്പോൾ കുഴപ്പമില്ല, നമുക്ക് മരുന്നൊക്കെ വെച്ച് നോക്കാം, വേദന വന്നെങ്കിൽ ശരിയാക്കാൻ പറഞ്ഞിട്ട് അഡ്മിഷനാക്കി പെയിൻ വരാൻ വേണ്ടി ഇഞ്ചക്ഷൻ എടുത്ത് എല്ലാം ചെയ്ത്. പെയിനും വന്നിട്ടില്ല,
കൊച്ച് ഇതുമായില്ല. പിന്നെ പെട്ടെന്ന് രാത്രി 11 മണിക്ക് ഡോക്ടർ നമുക്ക് എങ്ങനെയോ ഇത് നോർമൽ ഡെലിവറി ആവുന്ന പോലെ ഇല്ല, സിസേറിയൻ എന്താ എടുക്കേണ്ടത് പറഞ്ഞു അവർക്കുള്ളിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ വീണ്ടും രാവിലെ എൻ്റെ ചേട്ടനെ വിളിച്ച് പറഞ്ഞു നോർമൽ ഡെലിവറി ആവില്ല, വെള്ളം എല്ലാം പോയി, ഇനി നമുക്ക് ഓപ്പറേഷൻ ചെയ്താലേ പറ്റുമെന്ന്. അങ്ങനെ രാവിലെ 5 മണിക്കാണ് പറയുന്നത്, 7 മണിക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ട്. എല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നു ഉപ്പൊക്കെ മേടിക്കുന്നത്. എനിക്ക് വേദനയെ വന്നില്ലെന്നെ അങ്ങ് എല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്നു. എന്താ അപ്പൊ പേടിയില്ലല്ല അങ്ങ് നോക്കിക്കൊണ്ടിരുന്നു. കൊച്ചു വലിയൊരായി വരട്ടെ അങ്ങനെ പറയുന്നില്ല.